ഹലോ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, എങ്ങനെയുണ്ടായിരുന്നു ഓണപരീക്ഷ? ഏത് പരീക്ഷയായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്? നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാമോ? കെമിസ്ട്രി ആണോ, ഫിസിക്സ് ആണോ, ബയോളജി ആണോ, സോഷ്യൽ സ്റ്റഡീസ് ആണോ, അതല്ല ലാംഗ്വേജ് മലയാളം, അറബി പോലെയുള്ള സംസ്കൃതം, ഉറുദു പോലെയുള്ള സബ്ജക്റ്റുകളാണോ, മാത്തമാറ്റിക്സ് ആണോ, തുടങ്ങി നിങ്ങൾക്ക് ഏറ്റവും ടഫായി തോന്നിയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങളൊന്ന് ഈ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാമോ പ്രിയപ്പെട്ട മക്കളെ? അതുപോലെ പഠനം എങ്ങനെയുണ്ട്? ഇനി ഈ ഒരു ഓണ വെക്കേഷന്റെ മൂടായിരിക്കും എല്ലാവരും. മാവേലിയും ഓണസദ്യയും പായസവും ഒക്കെ ആലോചിച്ച് അതിലൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും. ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ പഠനം നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം? മിക്ക കുട്ടികൾക്കും ഉണ്ടാവുന്ന ഡൗട്ടായിരിക്കും, എങ്ങനെ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത്. നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ട മനുഷ്യന്മാരാണ് നമ്മളൊക്കെ. മനുഷ്യന്മാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറവി എന്നുള്ളത് നമുക്കൊക്കെ ഉള്ളൊരു കാര്യമാണ്. ഓണപരീക്ഷയ്ക്ക് നമ്മൾ ഏകദേശം ഒരു 1/4 അല്ലെ, ഒരു 30% നമ്മളിപ്പോ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അഥവാ SSLC 2026 പരീക്ഷ മാർച്ച് മാസത്തിൽ പരീക്ഷ നടക്കുമ്പോൾ അതിലേക്കുള്ള ഒരു 30% നമ്മൾ നന്നായിട്ട് എല്ലാ സബ്ജക്റ്റിലും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് നമ്മൾ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം നമ്മൾ പഠിച്ചത് ഒരു ദിവസം കഴിയുമ്പോഴേക്ക്, അഥവാ 24 മണിക്കൂർ കഴിയുമ്പോഴേക്ക് നമുക്ക് 60 മുതൽ 50% വരെ ഓർത്തിരിക്കാനേ കഴിയുള്ളൂ. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നമുക്ക് ഏകദേശം അതൊരു 20 to 30% ചുരുങ്ങും എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മറവി ഇങ്ങനെ ഓരോന്ന് മറന്നുകൊണ്ടേയിരിക്കും ദിനേനെ. അതുകൊണ്ട് നമുക്ക് ഈ ഓണ വെക്കേഷൻ നിർബന്ധമായിട്ടും നമ്മൾ എൻജോയ് ചെയ്ത് ഓണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ അല്ലെ കൂട്ടുകാരെ വീട്ടിലേക്ക് പോവുക, അതുപോലെ വിരുന്ന് പോവുക, ഉമ്മമാരുടെ അമ്മമാരുടെ വീട്ടിലേക്ക് പോവുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അല്ലെ. അപ്പൊ പോകുന്നതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദിവസം ഒരു 1 hour നമ്മൾ പഠിച്ചത്, കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊന്നും പോകണ്ട, പഠിച്ചത് ഓർത്തിരിക്കാൻ വേണ്ടി ഒന്ന് റിവൈസ് ചെയ്ത് കൂടെ വെക്കുക. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ഓണ അവധിക്കാലത്തുള്ള പഠനങ്ങൾ. അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കാര്യങ്ങളൊക്കെ മറന്നുപോയി പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പൊ ഇതിങ്ങനെ ഓർത്തെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൽ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക. അതേസമയം ഫുൾ ടൈം പഠിക്കണം എന്നല്ല കേട്ടോ സാറ് പറഞ്ഞിട്ടുള്ളത്. ഫുൾ ടൈം പഠിക്കുക അങ്ങനെ ഒന്നും വേണ്ട. ഒരു 1 hour, ഒരു മണിക്കൂർ മാറ്റി വെച്ച് എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു 30% ഒന്നുകൂടി ഉറപ്പിച്ച് വെക്കുക എന്നുള്ളതാണ്. ഓണ വെക്കേഷൻ കഴിഞ്ഞ് പൂട്ടി തുറക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ടീച്ചേഴ്സൊക്കെ നമ്മുടെ പേപ്പർ തരും. ആരും ടെൻഷൻ ആവണ്ട, നമുക്ക് ഒരുപാട് സമയം ഇനിയുണ്ട് അല്ലെ. ഏകദേശം 7 മാസത്തോളം നമ്മുടെ മുന്നിലുണ്ട്. ഇതിപ്പോ ഓഗസ്റ്റ് ആയിട്ടുള്ളൂ അല്ലെ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ലെ, 7ാം മാസം മാത്രമേ നമ്മുടെ എക്സാം ഉള്ളൂ. നന്നായിട്ട് പഠിക്കാം. എജുമി നിങ്ങളുടെ കൂടെ കട്ടൊക്കെ സപ്പോർട്ടായിട്ടുണ്ടാവും. നമ്മുടെ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നിങ്ങളൊക്കെ ഷെയർ ചെയ്ത പോലെ വീണ്ടും നന്നായിട്ട് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. മക്കളെ, നല്ല അടിപൊളി ഓണം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ. അപ്പൊ ഓണം വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് വീണ്ടും ക്ലാസ്സുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യും. അതുവരെ തൽക്കാലത്തേക്ക് ഇവിടെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകളൊക്കെ വരും. അതെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കണം എന്ന് പ്രത്യേക റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ മക്കളെ, ബൈ.